ഇടക്കിടക്കൊക്കെ നമ്മളോട് ചോദിച്ചു ഒന്ന് ഞെട്ടിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് കൊഹിസീവ് ഡിവൈസ്. വായിക്കൊള്ളാത്ത പേരാണ്, പക്ഷേ കൊഹിസീവ് ഡിവൈസ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മൾ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് പറയാറുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാധനമാണ് കൊഹിസീവ് ഡിവൈസ്. ഒരു വലിയ സെന്റൻസ് അങ്ങോട്ട് വിചാരിക്കുക, ആ വലിയ സെന്റൻസിന്റെ രണ്ട് ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ, ഒട്ടിച്ചു ചേർക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ആണ് കൊഹിസീവ് ഡിവൈസ്. എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ദ കൺജങ്ഷൻസ്, കണക്റ്റീവ്സ് ആൻഡ് പ്രൊനൗൺസ് യൂസ് ടു ലിങ്ക് ദ പാർട്സ് ഓഫ് എ സെന്റൻസ്. മനസ്സിലായില്ല അല്ലേ? ഒരു വലിയ സെന്റൻസ്, അതിന്റെ ചെറിയ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വേർഡ്സ്. പഠിക്കാനുള്ള ഒരു എളുപ്പത്തിൽ ഞാൻ ഇതിനൊരു 7 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, 1-2 എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് കാരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്കില്ലേ ഒരു വലിയ സെന്റൻസിന്റെ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നൊക്കെ പറയുന്ന കൊഹിസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ. അവൻ നല്ല ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ശക്തനാണ് കാരണം അവൻ അവന്റെ ആരോഗ്യം നല്ലപോലെ സംരക്ഷിക്കാറുണ്ടായിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്കം ഓർ റിസൾട്ട്. ഒരു കാര്യം നടന്നു, അതിന്റെ റിസൾട്ടായിട്ട്, അതിന്റെ ഔട്ട്കം ആയിട്ട് വേറെയും ഒരു കാര്യം നടന്നു. രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ സോ, ആസ് എ റിസൾട്ട്, therefore ഒക്കെ യൂസ് ചെയ്യാം. ഷീ forgot her umbrella and therefore got wet in the rain. അവൾ അംബ്രല്ല കുട എടുക്കാൻ മറന്നുപോയി, അതിനാൽ അതുകൊണ്ട് അവൾ മഴ നനഞ്ഞു. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ. അതിനുവേണ്ടി ഇൻ ഓർഡർ ടു, സോ ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പിടിച്ചോ, ഐ വർക്ക്ഡ് ഹാർഡ് ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം. ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതും കോൺട്രാസ്റ്റിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു ഡിഫറൻസ് ആണ് കാണിക്കുന്നത്, ഒരു വ്യത്യാസമാണ് കാണിക്കുന്നത്. എ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് സ്ലൈറ്റ്ലി വ്യത്യാസമുള്ള ഒരു കാര്യം പറയാനാണ് നമ്മൾ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിന് ഈവൻ തോ, ബട്ട്, ഹൗ എവർ, യെറ്റ്, ഓൾത്തോ, സ്റ്റിൽ എന്നൊക്കെ യൂസ് ചെയ്യാം. ഹി ലവ്സ് പ്ലേയിങ് സോക്കർ, ഹൗ എവർ ഹി ഡസന്റ് എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ ടി വി. അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ടി വി കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. വ്യത്യാസമല്ലേ പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ. നമ്മളൊരു എ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അതിൽ നിന്ന് ഭയങ്കര വിപരീതമായ ഒരു കാര്യം പറയാനാണ് നമ്മൾ ഓൺ ദ കോൺട്രി, ഈവൻ സോ, ഇൻ കോൺട്രി ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇൻ കോൺട്രി ഒക്കെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ എക്സ്പെക്ടഡ് ദ മൂവി ടു ബി ബോറിംഗ്. അവൾ വിചാരിച്ചത് പടം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ലാഗ് ആയിരിക്കും. പക്ഷേ ഓൺ ദ കോൺട്രി ഇറ്റ് വാസ് ക്വൈറ്റ് എന്റർടൈനിങ്. പക്ഷേ ആ സിനിമ നല്ല എന്റർടൈനിങ് ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി വ്യത്യാസമുള്ള ഒരു വിരുദ്ധമായ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അതിനോട് ഒരു കാര്യം ചേർത്ത് പറയാനാണ് നമ്മൾ ആഡിങ് ടൈപ്പ് ഓഫ് കോഴ്സീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. മോർ ഓവർ, ആൻഡ്, ഇൻ അഡീഷൻ ടു, ഓൾസോ, ടു ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദ വെദർ വാസ് സണ്ണി, പുറത്ത് നല്ല വെയിലാണ്. മോർ ഓവർ, അതിലുപരിയായിട്ട്, ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. അത് പുറത്തൊരു ഇളം ചൂടാണ് പുറത്തുള്ളത്. ഒരു കാര്യത്തിനോട് ആഡ് ചെയ്ത് പറയാനാണ്. മോർ ഓവർ യൂസ് ചെയ്യാം, ഇൻ അഡീഷൻ ടു യൂസ് ചെയ്യാം, ഓൾസോ, ടു ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു, എ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു, അതിനോട് ഒരു കാര്യം കൂടെ ചേർത്ത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമിലർലി, ലൈക്ക് വൈസ് ഒക്കെ യൂസ് ചെയ്യണം. ഷീ എൻജോയ്സ് റീഡിങ്, അവർക്ക് വായിക്കാൻ ഇഷ്ടമാണ്. സിമിലർലി, അതുപോലെ തന്നെ ഹർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. ഇതിന് പകരമായിട്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ വേർ ആസ് നമുക്ക് യൂസ് ചെയ്യാം. ഷീ എൻജോയ്സ് റീഡിങ് വേർ ആസ് ഹർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. സെയിം അർത്ഥമാണ്, അവർക്ക് വായിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവളുടെ അനിയനും ബുക്സ് ഒക്കെ ഇഷ്ടമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. Fill in the blanks with suitable words from the box. ബോക്സിൽ കൊടുത്തിരിക്കുന്ന ബട്ട്, സോ, ഓർ, ഓൾത്തോ, ഇത്രയും കാര്യങ്ങളാണ്. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, 3 എണ്ണമാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. സെൻഷ്വൽ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി ഹാസ് നോ നീഡ് ഫോർ. നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത സാധനമാണ് സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡാഷ്, ദാറ്റ് ഗിവ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ. അവിടെ നമ്മൾ വ്യത്യാസമാണ് കാണിക്കേണ്ടത്. ഇതിനൊരു ആവശ്യമില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിന്, പക്ഷേ എന്ന് കണ്ടോ, പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരു സുഖം തന്നേക്കാം, ഒരു സെൻസ് ഓഫ് പ്ലഷർ തന്നേക്കാം. അപ്പം നമുക്കിവിടെ കോൺട്രാസ്റ്റ് ആണ് കാണിക്കേണ്ടത്. കോൺട്രാസ്റ്റ് കാണിക്കാൻ പറ്റിയത് ബട്ടും ഓൾത്തോയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബട്ട് ഒരിക്കലും നമ്മളൊരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ യൂസ് ചെയ്യില്ല. നമ്മൾ ഓൾത്തോ ആണ് നമ്മൾ കോൺട്രാസ്റ്റ് കാണിക്കാൻ പാരഗ്രാഫിന്റെ തുടക്കത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് ബട്ട് യൂസ് ചെയ്യാം. കാരണം എന്താ, ഇത് പാരഗ്രാഫിന്റെ തുടക്കമല്ല. ബട്ട് ദാറ്റ് ഗിവ്സ് എന്നാണ് വരുന്നത്. ദാറ്റ് ഗിവ്സ് ദ യൂസർ എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ എന്നായിരിക്കും വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ഷുഡ് ഓൾസോ ഹാവ് റിസ്റ്റോറേറ്റീവ് എഫക്ട്സ്. ഡാഷ്, ഇറ്റ് വിൽ അൺബാലൻസ് ഹെൽത്തി ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബോഡി. ഈ ഡ്രഗ്സിനല്ലേ റീസ്റ്റോറേറ്റീവ് എഫക്റ്റ്, നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പുതുക്കി പണിയലുകൾ സംഭവിക്കണം. അല്ലാത്ത പക്ഷം എന്നാണ് പറയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓൾത്തോ ബട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ എന്ന് വെച്ചാൽ അത് കാരണം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ സോയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്
ഓർ ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഡാഷ് റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ്, ദ ഡ്രഗ് യൂസർ ഓഫൻ അസ്യൂംസ് ദേ ഡു നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെയും നമ്മൾ കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. റിയൽ ഡേഞ്ചർ, യഥാർത്ഥത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ബട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് സെന്റൻസിന്റെ തുടക്കം അല്ലെങ്കിൽ പാരഗ്രാഫിന്റെ തുടക്കം. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓൾത്തോ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? റിയൽ ഡേഞ്ചറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അല്ലേ, ഉണ്ടെങ്കിലും ദ ഡ്രഗ് യൂസർ ഓഫൻ അസ്യൂംസ് ദേ ഡു നോട്ട്. ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയും? അതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ അഡിക്റ്റ് ഒന്നുമല്ല എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൊഹീസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. Fill in the blanks with suitable words from the box. നമുക്ക് തന്നിരിക്കുന്ന in spite of, in place of, but contrary to. With a lot of expectations, the poet reached home. Dash what he saw was dash his expectation. He saw rubber plantations, dash rice cultivation. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട്, വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ, ദ പോയിന്റ് റീച്ച്ഡ് ഹോം. നമ്മുടെ റൈസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് കേട്ടോ. പുള്ളിക്കാരൻ വീട്ടിലെത്തിയ സമയത്തോ ഡാഷ് വാട്ട് ഹീ സോ എന്ന് പറയുമ്പോൾ എന്താണ്? പക്ഷേ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ, ബട്ട് വാട്ട് ഹീ സോ വാസ്, ഇത് സെന്റൻസിന്റെ ഇത് പാരഗ്രാഫിന്റെ തുടക്കത്തിലല്ലാത്തതുകൊണ്ട് നമുക്ക് ബട്ട് യൂസ് ചെയ്യാം. ബട്ട് വാട്ട് ഹീ സോ വാസ് ഡാഷ് ഹിസ് എക്സ്പെക്ടേഷൻ. പുള്ളിക്കാരന്റെ പ്രതീക്ഷകൾക്ക് വിപരീതം അല്ലെങ്കിൽ വിരുദ്ധമായതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? കോൺട്രറി ടു, ഇൻ കോൺട്രറി അല്ലെങ്കിൽ ഓൺ ദ കോൺട്രറി ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പൊ കോൺട്രറി ടു ഹിസ് എക്സ്പെക്ടേഷൻസ്, അയാളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു എന്നാണ് പറയുന്നത്. ഹി സോ റബ്ബർ പ്ലാന്റേഷൻ ഇൻ പ്ലേസ് ഓഫ് ആണോ ഇൻ സ്പൈറ്റ് ഓഫ് ആണ്? ഇൻ സ്പൈറ്റ് എന്ന് വെച്ചാൽ എന്നിരുന്നാലും എന്നാണ്. ഇൻ പ്ലേസ് എന്ന് വെച്ചാൽ എന്താ? ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇൻ പ്ലേസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ എന്നാണ് വരിക. സോ ഇങ്ങനെയാണ് കൊഹീസീവ് ഡിവൈസുകൾക്ക് തെറ്റിക്കാതെ ഉത്തരം എഴുതേണ്ടത്. ചിലപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള ഈ 7 ടൈപ്പിൽ നിന്ന് കുറച്ച് പുറത്തുനിന്നൊക്കെ ചോദിക്കാം. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അറിയുന്നത് എന്തായാലും ഒരു 3-4 അതിലുണ്ടാവും. ഒരു 5 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 3 മിനിമം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ ടിക്ക് ഓഫ് ചെയ്യാം, മാർക്ക് ഓഫ് ചെയ്ത് കളയാം. അങ്ങനെയാണ് നമ്മൾ ശരിയായ ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇത് ആവശ്യക്കാർക്ക് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലൈവുകളിൽ കാണാം, അടുത്ത വീഡിയോകളിൽ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ.